എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ലാസ്റ്റ് നൈറ്റ് തോട്ട്സ് ആൻഡ് ഇമോഷൻസ് എന്താണ്, നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച സോൾ മെസ്സേജസ് എന്നുകൂടി നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക. മനസ്സിലുള്ള ചിന്തകളൊക്കെയും അല്പനേരത്തേക്ക് ഒന്ന് മാറ്റിവെക്കുക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണെ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടാനായിട്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ച റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. ഇവിടെ ഇന്ന് ഞാൻ ഒറക്കൽ കാർഡ്സ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഗെറ്റ് ടു നോ ഈച്ച് അതർ, ലീവ് യുവർ പാഷൻ, കിഡ്സ്, ഫിയേഴ്സ് ഓഫ് കമ്മിങ് ടുഗെദർ, മെഡിറ്റേഷൻ ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ട്വിൻ ഫ്ലെയിം റെക്കഗ്നീഷൻ എന്നുള്ളൊരു കാർഡാണ്. ഓക്കെ, സോ ആദ്യത്തെ കാർഡ് തന്നെ നോക്കൂ, ഗെറ്റ് ടു നോ ഈച്ച് അതർ. അതായത് ഈ വ്യക്തി കൂടുതൽ ഇന്റൻസ്ലി നിങ്ങളെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് കൂടുതൽ നിങ്ങളെ കുറിച്ച് അറിയണം, കൂടുതൽ ഡീപ്പായിട്ട് നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഇമോഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടുതൽ ടൈം എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അതായത് ഇതുവരെ ഇമ്മച്യൂർഡ് ആയിട്ട്, അല്ലെങ്കിൽ ചൈൽഡിഷ് ആയിട്ട്, അല്ലെങ്കിൽ വളരെയധികം ഒരു ലാഘവത്തോടു കൂടി കണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിന് നിങ്ങൾക്ക് തരേണ്ടുന്ന ഒരു ഈക്വാലിറ്റി, ഈക്വൽ ലവ്, അല്ലെങ്കിൽ ഈക്വൽ സപ്പോർട്ട്, ഇമ്പോർട്ടൻസ് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലാക്കിംഗ് ആണ്, ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ടൈം, കൂടുതൽ പ്രണയം, അല്ലെങ്കിൽ കൂടുതൽ എഫേർട്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച്, ഒരു ഇമ്മച്യൂർഡ് ആയിട്ടുള്ള എനർജിയിൽ നിന്നും മെച്യൂർഡ് ആയിട്ടുള്ള തിങ്കിങ് ലെവലിലോട്ട് ഈ വ്യക്തി വരുന്നുണ്ട്. ഈ വ്യക്തിക്ക് അറിയാം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയുടെ ട്രൂ ആയിട്ടുള്ള പാർട്ട്ണറാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ ഈ വ്യക്തിയുടെ ലൈഫ് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം ഡിപ്രസ്ഡ് സിറ്റുവേഷനിലോട്ട് കാണപ്പെടും, അല്ലെങ്കിൽ വളരെ ഡാർക്ക് എനർജിയിലോട്ട് പോകും. തീർച്ചയായിട്ടും കൂടുതൽ അറിയാൻ, കൂടുതൽ നിങ്ങളുടെ ഒരു അടുപ്പത്തെ കൂടുതൽ ഇന്റൻസ് ആക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടുതൽ ടൈം എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ, നിങ്ങളെ ചേർത്ത് നിർത്താൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഗെറ്റ് ടു നോ ഈച്ച് അതർ. രണ്ടുപേർക്കും പരസ്പരം കൂടുതൽ അറിയാനും പരസ്പരം കൂടുതൽ അടുക്കാനുമുള്ള ഒരു സാഹചര്യം വേണം. അതിനായിട്ട് ഈ വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രമിക്കുന്ന ഒരു സമയമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്, എന്തെങ്കിലും സെപ്പറേഷൻ നിങ്ങൾക്കിടയിലുണ്ട്, ലെസ് കോണ്ടാക്ട്, ഇമോഷണൽ ആയിട്ട് ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിലുണ്ട്, ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അകലം നിങ്ങൾക്കിടയിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ മാറ്റം കൊണ്ടുവരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. കൂടുതൽ നിങ്ങളെ അറിയാനും കൂടുതൽ നിങ്ങളുടെ പ്രണയം ലഭിക്കാനും ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ ആ ഒരു കോണ്ടാക്റ്റിൽ വരാൻ, നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നിങ്ങളെ വന്ന് കാണാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ലീവ് യുവർ പാഷൻ എന്നുള്ളൊരു കാർഡാണ്. അതായത് ഇവരുടെ പാഷൻ, ഇവരുടെ പ്രണയം, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പാഷനേറ്റ്ലി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ സൊസൈറ്റി, അല്ലെങ്കിൽ ഫാമിലി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എതിർപ്പുകൾ ഉള്ള റിലേഷൻഷിപ്പാണ്, ആ കാരണം കൊണ്ട് ഈ വ്യക്തി നിങ്ങളെ മാറ്റി നിർത്തിയതാണ് എങ്കിൽ ഡെഫിനറ്റ്ലി ഇവരുടെ പാഷൻ ആണ് നിങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ പാഷനേറ്റ് ആയിട്ടുള്ള പ്രണയം നിങ്ങളുടെ അടുത്ത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആ ഒരു സ്ട്രെങ്ത്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് ഇപ്പോൾ ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഇവരുടെ പാഷനേറ്റ് ലവ് ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. പാഷനേറ്റ്ലി നിങ്ങളുടെ അടുത്ത് വരാനും നിങ്ങളിലേക്ക് അത്രമാത്രം സ്നേഹം, പ്രണയം ഒക്കെ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് കിഡ്സ് എന്നുള്ളൊരു കാർഡാണ്. അതായത് കുറച്ചു പേർക്കെങ്കിലും ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ആയിരിക്കാം, നിങ്ങൾക്കിടയിൽ കുട്ടികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളും ഈ വ്യക്തിയും സെപ്പറേറ്റഡ് ആയിട്ട് ഒരു ഫാമിലി ഉള്ള ആളുകളായിരിക്കാം. കുട്ടികൾ നിങ്ങളുടെ ഇടയിൽ കാണപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹം, ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹം അതിതീവ്രമായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകാം. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, സോ ഫ്യൂച്ചറിൽ ഒരു ഫാമിലി വേണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ മാരേജ്, കുട്ടികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. കുട്ടികളെ കുറിച്ചൊക്കെ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ ആ ഒരു ലവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വ്യക്തി ഒരുപാട് ചിന്തിക്കുന്ന ഒരു സമയമാണ്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഫിയേഴ്സ് ഓഫ് കമ്മിങ് ടുഗെദർ. അതായത് കുറച്ചു പേർക്കെങ്കിലും സൊസൈറ്റിയുടെ എതിർപ്പുകൾ, അല്ലെങ്കിൽ ഫാമിലിയുടെ എതിർപ്പ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിഫറൻസ്, കാസ്റ്റ് ഡിഫറൻസോ റിലീജിയൻ ഡിഫറൻസോ ഏജ് ഡിഫറൻസോ
അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷനിലുള്ള ഡിഫറൻസ്, അതായത് സ്റ്റാറ്റസ് ഡിഫറൻസോ അല്ലെങ്കിൽ ജോബിന്റെ എന്തെങ്കിലും ഒരു ഇൻസ്റ്റെബിലിറ്റിയോ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ കാരണം ഈ വ്യക്തി പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് തരാൻ, മാരേജ് പ്രപ്പോസലൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാനൊക്കെ ഭയപ്പെട്ടിരുന്നു. നിങ്ങളുടെ അടുപ്പം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് അതിയായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ കൂടിയും ചില ആളുകളെയും ചില സിറ്റുവേഷനെയും സൊസൈറ്റിയെയും ഒക്കെ ഭയന്നുകൊണ്ട് നിങ്ങളിൽ നിന്നും അകലം സൂക്ഷിച്ച ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, സോ സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല ഈ പേഴ്സണ്. പലതിലും പലപ്പോഴും ഭയക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പല കാര്യങ്ങളും തുറന്നു പറയാനും പല ആളുകളുടെ ആ ഒരു ഇന്റർഫിയറൻസിനെയും സപ്പോർട്ടില്ലായ്മയും ഒക്കെ ഭയന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഭയവും ആ ഒരു ഇൻസെക്യൂർഡ് ഫീലിംഗും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളെ കൂടുതൽ കൂടുതൽ അടുത്തറിയാൻ, നിങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ തീവ്രമായിട്ട് അടുപ്പം കാണിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഗെറ്റ് ടു നോ ഈച്ച് അതർ. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ആയിട്ടുള്ള സ്റ്റാർട്ടിങ്, ഇപ്പോൾ നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ കമ്മ്യൂണിക്കേഷൻ കോണ്ടാക്റ്റിലൊക്കെ വരാൻ ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് മെഡിറ്റേഷൻ എന്നുള്ള ഒരു കാർഡാണ്. അതായത് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സ് ഒരുപാട് അസ്വസ്ഥമാണ്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്, ഒരുപാട് ഒരു ഭയത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഒരുപാട് തടസ്സമുണ്ടാകാം. ഓക്കെ, സോ ആ ഒരു ഭയത്തെയും ആ ഒരു ഇൻസെക്യൂർഡ് ഫീലിങ്ങിനെയും ഒക്കെ ഈ വ്യക്തി ചിലപ്പോൾ കോപ്പപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെയൊക്കെ തടുത്തു നിർത്തുന്നത് ഈ വ്യക്തിയുടെ ചില മെഡിറ്റേഷൻ, യോഗ പോലെയുള്ള കാര്യങ്ങൾ, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ആകാം. മേ ബി ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം. ഒരുപാട് പ്രെയർ, ഒരുപാട് മാനിഫെസ്റ്റേഷൻ നിങ്ങളും ഈ വ്യക്തിയും ചെയ്യുന്നുണ്ട്. ഒരുപാട് രീതിയിൽ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് മനസ്സിനെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ, മനസ്സിന് കൂടുതൽ ശാന്തത നിലനിർത്താനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും വളരെയധികം സ്പിരിച്വൽ അവേക്കൻഡ് ആകുന്ന ഒരു സമയമാണ്. ഒരുപാട് ഹീലിംഗ് നടക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും മൈൻഡ് ഒരുപാട് കാം ചെയ്ത് അല്ലെങ്കിൽ വളരെയധികം അസ്വസ്ഥമായിട്ടുള്ള മനസ്സിനെ വളരെയധികം ശാന്തമായിട്ടും പോസിറ്റീവായിട്ടും ചിന്തിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളെ കൂടുതൽ അടുത്തറിയാനും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടു ചെല്ലാനും അല്ലെങ്കിൽ ഒരു ഫാമിലി, ഒരു റിലേഷൻഷിപ്പിന് ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കാൻ ഒക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ലാസ്റ്റ്ലി നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് എനർജി, ട്വിൻ ഫ്ലെയിം റെക്കഗ്നീഷൻ. അതായത് ഈ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ഈ വ്യക്തിയുടെ സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിംസ് ആണ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു ജസ്റ്റ് ഒരു ഇൻഫാക്ച്വേഷൻ പോലെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അട്രാക്ഷൻ പോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല. അതിനൊരു തീവ്രമായിട്ടുള്ള ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ട് അല്ലെങ്കിൽ തീവ്രതയുണ്ട്. തീർച്ചയായിട്ടും തീവ്രമായിട്ടുള്ള ഒരു പ്രണയവും തീവ്രമായിട്ടുള്ള ഒരു അടുപ്പവും നിങ്ങൾ രണ്ടുപേർക്കുമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ടെലിപ്പത്തിക്കലി കമ്മ്യൂണിക്കേറ്റ് പോലും ചെയ്യുന്ന ആളുകളാണ്. പരസ്പരം ഫീലിങ്സ് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ എത്ര ദൂരത്തിലിരുന്നാലും എന്തൊക്കെ സിറ്റുവേഷൻസ് നിങ്ങളെ തമ്മിൽ അകറ്റിയാലും നിങ്ങൾക്ക് ഈ വ്യക്തിയെയും ഈ വ്യക്തിക്ക് നിങ്ങളെയും മറക്കാൻ സാധിക്കില്ല. അത്രമാത്രം ഡീപ്പ് കണക്ഷൻ നിങ്ങൾക്കിടയിലുണ്ട്. ട്വിൻ ഫ്ലെയിം ആണ് ഈ വ്യക്തിയുടെ നിങ്ങൾ. അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു റെക്കഗ്നീഷൻ ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്, ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സോ മേ ബി അത്രമാത്രം ഒരു സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ സ്പിരിച്വലി ഹീൽഡ് ആയിട്ടുള്ള അവസ്ഥയിൽ ഈ വ്യക്തി നിൽക്കുന്നത് കൊണ്ടാകാം. തീർച്ചയായിട്ടും മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രോപ്പർ മൈൻഡ് ഗൈഡൻസ് ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട്. യൂണിവേഴ്സൽ ആയിട്ടുള്ള സപ്പോർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലഭിക്കുന്നുണ്ട്. ഈശ്വരനായിട്ട് ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങളിൽ ഹീൽഡ് ആക്കുന്നുണ്ട്. ഹാർട്ട് ചക്ര ഹീലിംഗ് ആൻഡ് ക്രൗൺ ചക്ര ഹീലിംഗ് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുടെ ഒരു നിജസ്ഥിതി അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഹൃദയം തന്നെ ഈ വ്യക്തി നിങ്ങൾക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, സോ തീർച്ചയായിട്ടും ട്വിൻ ഫ്ലെയിംസ് ആണ്, സോൾമേറ്റ്സ് ആണ് എന്നുള്ള ഒരു എനർജി ഇവിടെ കുറച്ചു പേർക്ക് തീർച്ചയായിട്ടും അനുഭവപ്പെട്ടേക്കാം. അത്രമാത്രം ഒരു ഇന്റൻസ് കണക്ഷൻ നിങ്ങൾക്കിടയിലുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഇത് ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ എനർജിയാണ്, നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ബന്ധം ഒരിക്കലും ആരാലും പിരിക്കാൻ
പറ്റാത്ത അല്ലെങ്കിൽ മുറിച്ചു മാറ്റാൻ പറ്റാത്തതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഹാപ്പി റിലേഷൻഷിപ്പായിട്ട് ലൈഫ് ലോങ് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസ്, ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകൾ, മാനിഫെസ്റ്റേഷൻസിനൊക്കെ ആൻസർ ഉണ്ടാകും. തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാകും. വളരെ വിശ്വാസപൂർവ്വം ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ഈ പേഴ്സന്റെ മെസ്സേജസ് എന്താണ് എന്ന് കൂടി നോക്കാം. നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് യു ഇൻസ്പയർ മീ. അതായത് നിങ്ങൾ ഇവരുടെ ഇൻസ്പിറേഷൻ ആണ്, മോട്ടിവേറ്റേഴ്സ് ആണ് നിങ്ങൾ. അല്ലെങ്കിൽ ഏറ്റവും ഇവർ ഡൗൺ ആയിട്ട് നിന്നപ്പോൾ പോലും നിങ്ങളുടെ സപ്പോർട്ടാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത്. ഇവർ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ടും നിങ്ങളുടെ ലവ് കൊണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ കെയർ കൊണ്ടും മാത്രമാണ് ജീവിതത്തിൽ കുറച്ചെങ്കിലും പോസിറ്റിവിറ്റി ഇവരുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. ഇവർ ടെൻഷൻ ഫ്രീ ആകുന്നതും അല്ലെങ്കിൽ ഇവരുടെ പോസിറ്റീവായിട്ടുള്ള ഗ്രോത്തിനും കാരണക്കാർ നിങ്ങളാണ്. നിങ്ങൾ ഇവരെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള സ്വാധീനം നിങ്ങളുടെ തീർച്ചയായിട്ടും ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങളുടെ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ഐ വാണ്ട് ടു മേക്ക് തിങ്സ് റൈറ്റ്. അതായത് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ ഹോപ്പ് ഐ ഹാവ് നോട്ട് ലോസ്റ്റ് യു. അതായത് ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നു, നോക്കൂ, നിങ്ങളെ ഇവർക്ക് നഷ്ടപ്പെടില്ല അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോഴും ഇവർക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വീണ്ടും റീകണക്ട് ചെയ്യാൻ സാധിക്കും, റീയൂണിയൻ പോസിബിൾ ആണ്. അല്ലെങ്കിൽ അത്രമാത്രം ഡീപ്ലി ഇവർ പ്രതീക്ഷിക്കുകയാണ്, നിങ്ങൾ മിസ് ചെയ്യുകയാണ്. അതായത് നിങ്ങളുമായിട്ട് റീകണക്ട് ചെയ്യാൻ ഇവർ അത്രമാത്രം ആഗ്രഹിക്കുന്നു. ഓക്കെ, സോ തീർച്ചയായിട്ടും കോൾ, മെസ്സേജ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റി സാധ്യമാണ് എന്നാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യാൻ മറക്കരുത്. ഇത് നിങ്ങളുടെ എനർജിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്ലെയിം ചെയ്യുക. ഓക്കെ, കമന്റ് ആയിട്ട് എഴുതുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ എനർജി ക്ലെയിം ചെയ്യുന്നു എന്ന് കമന്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന നോക്കൂ, ഐ ആം വെയിറ്റിംഗ് ഫോർ യു. അതായത് ഈ വ്യക്തി നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോഴും ഇവരുടെ ലൈഫിൽ നിങ്ങളുടെ സ്ഥാനം മറ്റാർക്കുമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം, നിങ്ങളുടെ ഒരു കെയർ അല്ലെങ്കിൽ ടുഗദർനെസ് ഈ വ്യക്തി ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള ഇൻഡിഫറൻസസും നിങ്ങൾക്കിടയിൽ നിന്നും തീർത്തും മാറിപ്പോകും. നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യാൻ സാധ്യമാണ്. നിങ്ങൾക്ക് വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടാകും, ടുഗദർനെസ് ഉണ്ടാകും, ഹാപ്പി ഫാമിലി, ഹാപ്പി മാരേജ് അല്ലെങ്കിൽ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ടുഗദർനെസ് എനർജി വളരെ സ്ട്രോങ് ആണ്. ട്വിൻ ഫ്ലെയിംസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും പരസ്പരം ഒരുപാട് കാലത്തേക്ക് പിരിഞ്ഞു നിൽക്കാൻ സാധ്യമല്ല. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ വാസ് തിങ്കിങ് ഓഫ് യു ലാസ്റ്റ് നൈറ്റ്. അതായത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു മെമ്മറീസ്, ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങൾ, സമയങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങൾ ഒരുമിച്ചുണ്ടാകുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലിയെ കുറിച്ചും അല്ലെങ്കിൽ ലൈഫ് ലോങ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ഒക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് മികച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട് നൽകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. രാത്രിയിൽ എസ്പെഷ്യലി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ റിയലി ഹാവ് നോട്ട് ബീൻ ഹാപ്പി വിത്തൗട്ട് യു. അതായത് ചിലപ്പോൾ ഈ വ്യക്തി പുറമേ വളരെ സന്തോഷത്തോടെയൊക്കെ കാണപ്പെടുന്നുണ്ടാകാം, പക്ഷേ ഒരിക്കലും ഈ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും സന്തോഷിക്കാനോ സമാധാനിക്കാനോ സാധിക്കുന്നില്ല. നിങ്ങൾ കൂടെ ഇല്ല എങ്കിൽ ഈ വ്യക്തിക്ക് ഒരിക്കലും ഹാപ്പി ആയിട്ട്, റിയലി ഹാപ്പി ആയിട്ടിരിക്കാൻ പോസിബിൾ അല്ല, സാധ്യമല്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നു. തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് വൈ യു സോ മീൻ. അതായത് ചിലപ്പോഴെങ്കിലും കുറച്ചു പേർക്കെങ്കിലും അതായത് ചിലപ്പോൾ പാസ്റ്റിൽ ഒരുപാട് ആളുകൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും ഒരുപാട്
ഒരു വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞോ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് നിങ്ങൾ ഒരുപാട് ഹേർട്ടഡ് ആയിട്ടുണ്ടാകാം. സോ നിങ്ങളിപ്പോൾ അല്പം കൂടി ഒരു ബോൾഡ് ആയിട്ടും നിങ്ങൾ ചേസ് ഒക്കെ ചെയ്യുന്നത് നിർത്തി വളരെയധികം നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഈ വ്യക്തിക്ക് തോന്നുകയാണ് ഇനി നിങ്ങൾക്ക് ഈ വ്യക്തിയെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ വ്യക്തി അതിനെ ഭയപ്പെടുന്നുണ്ട്, ആ ഒരു അകൽച്ചയെ, ആ ഒരു ഒറ്റപ്പെടലിനെ ഭയപ്പെടുന്നുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ സാധ്യമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹവും ആ ഒരു പ്രണയത്തിലും ഒരുപാട് പൊസസീവ് ആണ്, ഒരുപാട് ഒബ്സസ്ഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ. സോ നിങ്ങൾ അങ്ങനെ ഒരു ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ ഇനി ബ്ലോക്ക് ചെയ്ത് നിർത്തുകയാണ് എങ്കിൽ, നിങ്ങൾ ഈ വ്യക്തിയോട് അകലം കാണിക്കുകയാണ് എങ്കിൽ, ഈ വ്യക്തി പറയുകയാണ് എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, ഈ വ്യക്തിക്ക് അത് താങ്ങാൻ സാധ്യമല്ല. ഒരുപക്ഷെ ഈ വ്യക്തി അത്രമാത്രം നിങ്ങളെ വേദനിപ്പിച്ച ഒരു വ്യക്തി ആയിരിക്കാം. പാസ്റ്റിൽ അത്രമാത്രം നിങ്ങൾ ഇവരുടെ പുറകെ നടക്കുകയും ഇവർ നിങ്ങളെ കാണാതെ പോലും മുന്നോട്ടേക്ക് പോയ ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങളുടെ ഫീലിങ്സ് ഒന്നും മനസ്സിലാക്കാതെ മുന്നോട്ടേക്ക് പോയ ഒരു വ്യക്തിയായിരുന്നു. എങ്കിലും ഇപ്പോൾ നോക്കൂ, വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. വളരെ പോസസീവ് എനർജിയാണ് ഷോ ചെയ്യുന്നത്. നിങ്ങളുമായിട്ട് റീകണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ കുറിച്ചിട്ടാണ് നിരന്തരം ഈ വ്യക്തി ചിന്തിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ വാണ്ട് ടു ഇംപ്രസ് യു. തീർച്ചയായിട്ടും നിങ്ങളെ ഇംപ്രസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടാകാം. തീർച്ചയായിട്ടും ഇംപ്രസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്തേക്കാം. നിങ്ങളെ വന്ന് കോണ്ടാക്ട് ചെയ്യുകയോ നിങ്ങളെ കോൾ ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവ് സൈൻ നിങ്ങൾക്ക് കണ്ടേക്കാം. ഓക്കെ, സോ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഈവൻ ദോ വി ആർ നോട്ട് ടുഗെദർ ഐ ജസ്റ്റ് കാൻ സീ മൈസെൽഫ് ലെറ്റിംഗ് യു ഗോ. അതായത് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്, ഡിഫറൻസസ് ഉണ്ട്, അകൽച്ചയുണ്ട്, സെപ്പറേഷനിലാണ് എങ്കിലും ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും മൂവ് ഓൺ ചെയ്യുന്നത് സഹിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇവരിൽ നിന്നും അകന്നു പോകുന്നത് ഒരിക്കലും ഇവർക്ക് അംഗീകരിച്ചു തരാൻ സാധ്യമല്ല. അത്രമാത്രം പൊസസീവ് എനർജി, അത്രമാത്രം സ്ട്രോങ് അട്രാക്ഷൻ, ഫിസിക്കലി അട്രാക്റ്റഡ് അല്ലെങ്കിൽ ഇമോഷണലി അട്രാക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ഈ വ്യക്തിയിൽ കാണപ്പെടുന്നു. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ ഡോണ്ട് ഡിസയർ എനി വൺ ദ വേ ഐ ഡിസയർ യു. അതായത് നിങ്ങളെ ഇഷ്ടപ്പെട്ട പോലെ, നിങ്ങളെ പ്രണയിച്ച പോലെ മറ്റൊരു വ്യക്തിയെയും അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനെയും ഈ വ്യക്തി സ്നേഹിച്ചിട്ടില്ല. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ മനസ്സിൽ, ഹൃദയത്തിലുള്ള സ്ഥാനം വളരെ പ്രഷ്യസ് ആണ്. ഒരിക്കലും മറ്റൊരു വ്യക്തിക്കും മറ്റൊരു സിറ്റുവേഷനും നിങ്ങളുടെ സ്ഥാനം വിട്ടുകൊടുക്കാൻ ഈ വ്യക്തി തയ്യാറല്ല. ഒരിക്കലും അത്രമാത്രം തീവ്രമായിട്ട് ഈ വ്യക്തി ആരെയും സ്നേഹിച്ചിട്ടില്ല. നിങ്ങളെ അല്ലാതെ മറ്റൊരു വ്യക്തിയെയും തീവ്രമായിട്ടും അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടും ഈ വ്യക്തി ആഗ്രഹിച്ചിട്ടില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നു. ദെൻ ലാസ്റ്റ്ലി നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് ഐ ഷോ ഓഫ് ഓൺ സോഷ്യൽ മീഡിയ ഫോർ യു. അതായത് നിങ്ങളെ കാണിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ അറിയാനായിട്ട് ഒരുപാട് പോസ്റ്റ് ഇടുന്നുണ്ടാകാം, ഫോട്ടോസ് ഇടുന്നുണ്ടാകാം, നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ജലസ് ഫീൽ ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ മിസ് ചെയ്യാൻ വേണ്ടി ഈ വ്യക്തി കുറെ ഷോ ഓഫ് നടത്തുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഈ വ്യക്തി പുറമേ കാണിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ശരിക്കും ഈ വ്യക്തിയുടെ മനസ്സ് നിറയെ നിങ്ങളെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ്, അല്ലെങ്കിൽ സ്ട്രോങ്ലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പുറമേ അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാകില്ല. പുറമേ വളരെ ഹാപ്പി ആയിട്ടും വളരെയധികം സ്ട്രോങ് ആയിട്ടും ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾ ഈ വ്യക്തിയിൽ ഒരുപാട് ജലസ് ആകാൻ, നിങ്ങൾ ഈ വ്യക്തിയിലേക്ക് തിരികെ വരാൻ, റീയൂണിയൻ ആയിട്ടൊക്കെ ഈ വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും റീകണക്ഷൻ എനർജി വളരെ സ്ട്രോങ് ആണ്. ട്വിൻ ഫ്ലെയിം ആണ് നിങ്ങൾ എന്ന് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഇവർ ഷോ ഓഫ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവർ വളരെ ഹാപ്പി ആയിട്ടൊക്കെ ഫോട്ടോസ് ഇടുമ്പോൾ നിങ്ങൾ കരുതുക, തീർച്ചയായിട്ടും ഇവരുടെ മനസ്സിൽ ആ ഒരു സ്ട്രോങ് മിസ്സിംഗ് ഉണ്ട്. ഇവർ പുറമെ ആക്ട് ചെയ്യുന്നത് പോലെയല്ല ഇവരുടെ മനസ്സ്. ഇവർ തീർച്ചയായിട്ടും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളില്ലാതെ ഇവർക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധ്യമല്ല. കൂടുതൽ നിങ്ങളുടെ അടുത്ത് വരാനായിട്ട് ശ്രമം നടത്തും ഈ പേഴ്സൺ. ഓക്കെ, സോ തീർച്ചയായിട്ടും ഇത് ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സന്റെ കംബാക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നുണ്ട്, ഹാപ്പി ഫാമിലി ടുഗദർനെസ് ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. നല്ലപോലെ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്
അഫർമേഷൻസ്, നിങ്ങളുടെ പ്രേയേഴ്സ് പോസിറ്റീവ് ആയിട്ടിരിക്കാൻ എപ്പോഴും ശ്രമിക്കണം. തീർച്ചയായിട്ടും പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസ് ത്രൂ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ആൻഡ് പ്രേയേഴ്സ് നിങ്ങൾക്ക് കമന്റ് ആയിട്ട് എഴുതാം. നല്ലപോലെ പ്രാർത്ഥിച്ച് നല്ലപോലെ മനസ്സിൽ ആത്മാർത്ഥതയോട് കൂടി അത് ആഗ്രഹിച്ചിട്ട് വേണം നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതാൻ. റീറൈറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഡീപ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് അത് അട്രാക്റ്റഡ് ആകും. അതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് കൂടിയാണ്. അതേപോലെ തന്നെ താങ്ക് യു എഴുതുക, ഈശ്വരനോട് നന്ദി പറഞ്ഞ് എഴുതുക. നിങ്ങളുടെ ലൈഫിലെ, നിങ്ങളുടെ കരിയറിലെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ പോസിറ്റീവ്നെസ്സിനും നിങ്ങൾ നന്ദി പറയുക. പോസിറ്റീവായിട്ട് ബ്ലെസ്സിങ്സ് അട്രാക്ട് ചെയ്യാൻ ഏറ്റവും മികച്ച ഒരു മാർഗം കൂടിയാണ്. നിങ്ങൾ കൂടുതൽ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താങ്ക് യു പറഞ്ഞ് എഴുതുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റെസിനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. മെയിൽ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും റീഡിംഗ് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഹരേ കൃഷ്ണ.